ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ഇൻ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ പീസ് മത്തങ്ങ, ചെറിയ പീസ് കുമ്പളങ്ങ, ചേമ്പ്, സാമ്പാർ കൊഴുക്കാൻ നല്ലതാട്ടോ ഈ ചേമ്പ്, പിന്നെ ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു സവോള, 2 തക്കാളി, 3 മുളക്, പിന്നെ പരിപ്പ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയ ശേഷം കുക്കർ അടുപ്പത്ത് വെക്കാം. ഇനി സ്റ്റീൽ ബൗളിൽ 3/4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 30 ഗ്രാം പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി പരിപ്പ് നന്നായി തിളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും മുളകും ഇട്ട് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാമേ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പച്ചക്കറി എന്തുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാമേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തവിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ലേശം കായം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി കുക്കർ അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. ഇനി നമുക്ക് 4 വിസിൽ അടുപ്പിക്കണം. ഇപ്പോൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. കുക്കർ മാറ്റി വെച്ച ശേഷം സ്റ്റൗവിൽ ചീൻചട്ടി എടുത്ത് വെക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഈ മസാല നന്നായി ചൂടാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ചട്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ തുറക്കാം. തുറന്ന ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത്
വാളംപുളി വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനി ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് നന്നായി ആ മസാല ചട്ടിയിലത്തെ എല്ലാം വരാൻ വേണ്ടിയിട്ട് ആ വാളംപുളി ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി വീടല്ലേ. ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ സാമ്പാർ നല്ല ചൂട് ചപ്പാത്തിയോട് കൂടിയും ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും നല്ല ഇഡ്ഡലിയോട് കൂടിയും നമുക്കിത് കൂടി കഴിക്കാം. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ബൈ ബൈ.